ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്നും മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ നീണ്ടുനിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി, ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പ്രതീകാത്മകമായി ഇറങ്ങിപ്പോക്ക് നടത്തി. അതേസമയം സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം അടുത്ത മാസം 13-ന് അവസാനിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമം തുടരുകയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മഴ ലഭ്യതയിലെ കുറവാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ വൈദ്യുതി സ്റ്റോറേജ് സംവിധാനത്തെപ്പറ്റി പഠിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർണാടക വൈദ്യുതി മന്ത്രിയുമായി ചർച്ചകൾ നടത്തിയതായും ലോകകപ്പ് ഫൈനൽ ദിവസമായ ഇന്ന് വൈദ്യുതി മുടങ്ങില്ലെന്നും മന്ത്രി അറിയിച്ചു. സൌരോർജ്ജ വൈദ്യുതി സംഭരിച്ച് പീക്ക് സമയങ്ങളിൽ ഗ്രിഡിലേക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയം നിർമ്മാണം കാസർഗോഡ് മൈലാട്ടിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലുതും സംസ്ഥാനത്തെ ആദ്യത്തേതുമായ ബാറ്ററി സംഭരണ സംവിധാനമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. 125 മെഗാവാട്ട് ശേഷിയുള്ള ഈ നിലയത്തിൽ നിന്ന് പ്രതിദിനം 5 ലക്ഷം യൂണിറ്റ് വൈദ്യുതി വരെ വിതരണം ചെയ്യാനാകും. JSW ന്യൂ എനർജി ലിമിറ്റഡുമായാണ് ഇതിന് KSEB കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. മഴക്കുറവ് മൂലം വർദ്ധിച്ചുവരുന്ന വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് അടിയന്തര പ്രാധാന്യത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നിർദ്ദേശമുള്ളതിനാൽ മൈലാട്ടി 220 kV സബ്സ്റ്റേഷൻ വളപ്പിലെ പദ്ധതി പ്രദേശത്ത് പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ്. പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ കേരളം പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് ഇ കേരളം ഡിജിറ്റൽ ഹബ്ബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനത്തിനും ജനകീയ സേവന വിതരണത്തിനും ഈ സംരംഭം കൂടുതൽ കരുത്ത് നൽകുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആറന്മുളയ്ക്കിനി 2 മാസം വള്ളസദ്യക്കാലം. പമ്പയിലെ ഓളങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ ഉണർത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യ കാലത്തിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. കൊടിമരച്ചുവട്ടിലെ പ്രത്യേകമൊരുക്കിയ സ്ഥലത്ത് മന്ത്രി കെ മുരളീധരൻ നിലവിളക്ക് കത്തിച്ച് സദ്യ വിളമ്പി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വള്ളസദ്യയിൽ പങ്കെടുത്തു. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് 2 മാസക്കാലം നടക്കുന്ന സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30-ന് നടക്കും. സെപ്റ്റംബർ 4-നാണ് അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. KSRTC ബജറ്റ് ടൂറിസം വഴി ദിവസേന 8 ബസ്സുകൾ വീതം ഒരുക്കിയിട്ടുണ്ട്. ഇലയൊന്നിന് 300 രൂപ പ്രകാരം ഭക്തർക്ക് സ്പെഷ്യൽ പാസ് മൂലമുള്ള സദ്യയും ക്രമീകരിച്ചിട്ടുണ്ട്. ഐസറിന്റെ 14ാമത് ബിരുദദാന ചടങ്ങ് തിരുവനന്തപുരം വിതരയിലെ ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ നിതി ആയോഗ് അംഗവും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരന്തികർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൈപ്പാട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കണ്ണൂർ ഏഴോം വയലിൽ കൈപ്പാട് ഫെസ്റ്റ് തുടങ്ങി. മറ്റന്നാൾ വരെയാണ് ഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. പുഴയോട് ചേർന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് കൈപ്പാട് നിലങ്ങൾ. തികച്ചും ജൈവിക കൃഷിരീതിയാണ് ഇവിടെ അനുവർത്തിച്ചു വരുന്നത്. കൈപ്പാട് കൃഷിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൈപ്പാട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കൈപ്പാട് വയലിലൂടെ തോണിയാത്ര ഈ ഫെസ്റ്റിന്റെ ഏറ്റവും ആകർഷണമാണ്. അപൂർവമായ പക്ഷികളെത്തുന്ന പ്രദേശം കൂടിയാണ് കൈപ്പാട് നിലങ്ങൾ. ഭൌമസൂചികാ പദവി നേടിയെടുത്ത കൈപ്പാട് അരി പ്രാധാന്യം ഏറെയുണ്ട്. ലോകമെങ്ങും ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ. പുതിയ ഫുട്ബോൾ ലോക ചാമ്പ്യന്മാർ ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന കലാശ പോരാട്ടത്തിൽ അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. സെമിയിൽ ഇംഗ്ലണ്ടിനെ 2-1 കീഴടക്കിയാണ് നിലവിലെ ജേതാക്കളായ അർജന്റീനയുടെ ഫൈനൽ പ്രവേശം. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് 2010 ജേതാക്കളായ സ്പെയിൻ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ലോകകപ്പ് ഫുട്ബോൾ ആവേശം സംസ്ഥാനത്തെ തിയേറ്ററുകളിലും. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തിരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം തത്സമയം പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ കൈരളി, ശ്രീ കോംപ്ലക്സുകളിലാണ് പ്രദർശനം. ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്നും സാധാരണ ടിക്കറ്റ് നിരക്കിലാകും പ്രദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിനോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ അധിക പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും വാഹന പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ ശക്തമാക്കിയതായും പോലീസ് പറഞ്ഞു. എല്ലാവരും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ നീണ്ടുനിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി, ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.